കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ NSS നേതൃത്വം. NSSന് ഒത്തുതീർപ്പിന്റെ ആവശ്യമില്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനം വ്യക്തിപരം മാത്രമാണ്. NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. സമുദായ നേതാക്കളെ സന്ദർശിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ജി സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ കേരള കോൺഗ്രസും രംഗത്തെത്തി. ശബരിമല വിഷയത്തിലെ സർക്കാർ അനുകൂല നിലപാടിനു പിന്നാലെ NSS നേതൃത്വവുമായുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്ക് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ടത്. പെരുന്നയിലെത്തിയവരോട് രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് ജി സുകുമാരൻ നായർ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശരിദൂര നിലപാടാണ് എടുത്തത്. രാഷ്ട്രീയത്തിൽ സമദൂരം തുടരും. BJP നേതാക്കൾ സന്ദർശനത്തിന് വരുന്നതിനെപ്പറ്റി അറിയില്ല. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ NSS വിരുദ്ധരും രാഷ്ട്രീയ മുതലെടുപ്പുകാരുമാണ്. അതിനെ അവഗണിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും ജി സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാരും ആണ്, ചാനലുകാരുമാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി സമദൂരത്തിൽ തന്നെയാണ്. ഈ BJP നേതാക്കൾ വരുന്നുണ്ട് എന്നൊരു കഥ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ സാറിന്റെ അനുവാദം ചോദിച്ചിട്ട് വല്ലതും ആണോ വരുന്നത്, അതോ ഞാൻ ആരെയും കണ്ടില്ല. ഇല്ല. അരമണിക്കൂറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജി സുകുമാരൻ നായരുമായി ചർച്ച നടത്തിയത്. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. NSSുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ജി സുകുമാരൻ നായരെ കണ്ടതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ്, കോട്ടയംകാരാണ്, വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ്. ആ ഒരു സൗഹൃദം ഒന്നും കൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ് അവർ നടത്തുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടേത് സ്വകാര്യ സന്ദർശനങ്ങളാണെന്നും ഇതിനായി പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല. അനുനയത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് MP-യും സുകുമാരൻ നായരെ കണ്ടു. പെരുന്നയിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അതിനിടെ ജി സുകുമാരൻ നായർക്കെതിരെ ഇന്നും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. തിരുവനന്തപുരം ശ്രീവരാഹത്ത് സുകുമാരൻ നായരെ അനുകൂലിച്ചായിരുന്നു ഫ്ലക്സ്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.